ഹായ് ഓൾ, വെൽക്കം ടു ടെക് മലയാളം. ഇന്ന് നമ്മൾ കുറച്ചൊരു സീരിയസ് ആയിട്ടുള്ള ഒരു കാര്യമായിട്ടാണ് വന്നിരിക്കുന്നത്. അതായത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഒരു ആപ്പിനെ കുറിച്ചാണ് ഇന്ന് ഞാൻ പറയാൻ പോകുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, കാരണം നമ്മുടെ ലോകം മൊത്തം ഇപ്പോൾ വൻ ഭീതിയിലിരിക്കുന്ന ഒരു സിറ്റുവേഷനാണ് കൊറോണ വൈറസ് എന്നൊരു മാരകമായിട്ടുള്ളൊരു അസുഖം വന്നതോടുകൂടി. സോ നമ്മൾ ഈ ഒരു കൊറോണ വൈറസ് വ്യാപനവുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് വ്യാജ വാർത്തകളും അതുപോലെ തന്നെ തെറ്റിദ്ധാരണകളും ഒരുപാട് പ്രചരിക്കുന്നുണ്ട്. സോ ഇത്തരത്തിലുള്ള വ്യാജ പ്രചരണങ്ങളൊക്കെ തടയുന്നതിനായിട്ട് കേരള ഗവൺമെൻറ് ഒരു പുതിയ ആപ്പ് പുറത്തിറക്കിയിട്ടുണ്ട്. ഗോകെ ഡയറക്റ്റ് എന്നാണ് ഈ ഒരു ആപ്പിൻ്റെ പേര്. അതായത് ഈ ഒരു COVID-19 സംബന്ധിച്ച് ജനങ്ങൾക്ക് വേണ്ട ശരിയായിട്ടുള്ളതും ആധികാരികമായിട്ടുള്ള വിവരങ്ങളൊക്കെ അറിയാൻ ഈ ഒരു ആപ്പ് യൂസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് സാധിക്കും. ഇപ്പോൾ നിരീക്ഷണത്തിൽ കഴിയുന്നവർ, ഇനി യാത്ര ചെയ്യുന്ന ആളുകൾ, അതുപോലെ വിദേശ രാജ്യങ്ങളിൽ നിന്നും എത്തിയിട്ടുള്ള ആളുകൾ, ഇവർക്കൊക്കെ ഈ ഒരു ആപ്പ് യൂസ് ചെയ്യുകയാണെങ്കിൽ ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ ലഭ്യമാവുകയും ചെയ്യും. ഇപ്പോൾ സാധാരണ നമ്മളിപ്പോൾ ഒരു ആൻഡ്രോയിഡ് ഫോണിൽ മാത്രമല്ല ഈ ആപ്പ് പറ്റുന്നത്, ഐഫോണിൽ പറ്റും. അതുപോലെ തന്നെ ഇനിയിപ്പം ഇന്റർനെറ്റ് ഇല്ലാത്ത ഫോണാണെങ്കിൽ കൂടെ നമുക്കൊരു മിസ്ഡ് കോൾ സംവിധാനം ഉപയോഗിച്ചുകൊണ്ട് ഈ ഒരു ആപ്പിനെ കുറിച്ചുള്ള നിങ്ങൾക്ക് ഇതിനെക്കുറിച്ചുള്ള ഈ ഒരു COVID-19 സംബന്ധിച്ച വിവരങ്ങളൊക്കെ അറിയാൻ സാധിക്കും. സോ നമുക്ക് ഈ ഒരു ആപ്പിൻ്റെ യൂസേജ് എങ്ങനെയാണ് എന്നുള്ളത് നോക്കാം. ഗവൺമെൻറ് ഓഫ് കേരള പ്രൊവൈഡ് ചെയ്യുന്ന ആപ്പാണ് ഗോകെ ഡയറക്റ്റ് കേരള എന്നാണ് ഈ ഒരു ആപ്പിൻ്റെ പേര്. നിങ്ങൾക്കത് ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്ന് ഡയറക്റ്റായിട്ട് ചിലപ്പോൾ ആ ഒരു ആപ്പ് നിങ്ങൾക്ക് നോക്കുമ്പോൾ കിട്ടിക്കൊള്ളണമെന്നില്ല. അതുകൊണ്ട് ഞാൻ താഴെ വീഡിയോൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ഇതിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട് ഈ ഒരു ആപ്പിൻ്റെ. അപ്പോൾ നിങ്ങൾക്ക് ഡയറക്റ്റായിട്ട് ഈ ഒരു ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യാം. സോ ഞാൻ ഈ ഒരു ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യാണ്. ഇനി നമുക്ക് ഈ ഒരു ആപ്പ് ഓപ്പൺ ചെയ്ത് നോക്കാം. ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെയാണ് കാണാൻ സാധിക്കുന്നത്. താഴെ കണ്ടിന്യൂ എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ട്, അത് ക്ലിക്ക് ചെയ്യാം. ഇനി നമുക്ക് കാറ്റഗറി സെലക്ട് ചെയ്യേണ്ട ഒരു ഓപ്ഷനാണ് ഇവിടെ വരുന്നത്. ഇതിൽ ജനറൽ അവയർനെസ്സിനുള്ളതുണ്ട്, അതുപോലെ യാത്രക്കാരുടെ അറിവിലേക്ക് ഉള്ളതുണ്ട്, നിരീക്ഷണത്തിലുള്ളവർ ചെയ്യേണ്ട കാര്യങ്ങൾ എന്ന് പറഞ്ഞിട്ടുള്ളതുണ്ട്, സന്ദർശകരുടെ ശ്രദ്ധയ്ക്ക് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ ഏതെങ്കിലും സ്പെസിഫൈ ചെയ്ത് ഏതെങ്കിലും ഒരു കാര്യം മാത്രമാണ് അറിഞ്ഞാൽ മതി. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു ഓപ്ഷൻ മാത്രം സെലക്ട് ചെയ്താൽ മതി. ഞാനിവിടെ എല്ലാ ഓപ്ഷനും സെലക്ട് ചെയ്യാണ്. അപ്പോൾ നമുക്ക് മൊത്തത്തിൽ എല്ലാ കാര്യങ്ങളും അറിയാൻ സാധിക്കും. സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ താഴെ ഫിനിഷ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്, അത് ക്ലിക്ക് ചെയ്യാം. സോ ആ ന്യൂസുകളൊക്കെ നമുക്ക് വന്നിട്ടുണ്ട്. ഇത് വളരെ അപ്ഡേറ്റഡ് ആയിട്ടാണ്, കാരണം വളരെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. പോസ്റ്റഡ് ഓൺ 19 minutes ago എന്ന് പറഞ്ഞിട്ട് നമുക്ക് കാണാം. അപ്പോൾ നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ, നമ്മൾ എന്തൊക്കെയാണ് കൂടുതൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്, ഒരുപാട് ഫേക്ക് ആയിട്ടുള്ള ന്യൂസുകൾ നമ്മൾ കേൾക്കുന്നുണ്ട്. ഇപ്പോൾ വാട്സപ്പ് വഴിയായാലും ഒരുപാട് ഫേക്ക് ആയിട്ടുള്ള കാര്യങ്ങൾ പ്രചരിക്കുന്നുണ്ട്. വെളുത്തുള്ളി കഴിച്ചാൽ നമുക്കിതിനെ പ്രതിരോധിക്കാം എന്നൊക്കെ പറഞ്ഞ് അത്തരത്തിലുള്ള ഒരുപാട് ഫേക്ക് ആയിട്ടുള്ള കാര്യങ്ങളുണ്ട്. സോ നമുക്ക് യാഥാർത്ഥ്യത്തിൽ എന്താണ് ശരിക്കും ഉള്ളത്, നമ്മൾ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഈ ആപ്പ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ സാധിക്കുക. ഇപ്പോൾ ഹോം ഐസൊലേഷനിൽ കഴിയുന്ന ആളുകൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്, അതൊക്കെ നമുക്ക് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ സാധിക്കും. അതുപോലെ യാത്രക്കാർ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്, കൊറോണ ബാധിത പ്രദേശങ്ങളിൽ നിന്നും വരുന്നവർ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്, ഇങ്ങനെ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് ഓരോ കാര്യവും ഈ ഒരു ആപ്പിൽ കൊടുത്തിട്ടുണ്ട് നമ്മുടെ ഗവൺമെൻറ്. സോ അതിൽ തന്നെ ഹെൽപ്പ് ലൈൻ നമ്പർ ഉണ്ട്. നമുക്ക് താഴെ കാണാൻ സാധിക്കും, താഴെ ഒരു കോളിൻ്റെ ഒരു ഓപ്ഷൻ ഉണ്ട്. അത് നമുക്ക് ആ ദിശ ഹെൽപ്പ് ലൈൻ നമ്പറാണ്. അപ്പം നമുക്ക് ഏതെങ്കിലും തരത്തിൽ എന്തെങ്കിലും ഒരു അസ്വസ്ഥത തോന്നുകയാണ്, അങ്ങനെ നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് ഇതിൽ കോൾ ചെയ്യേണ്ട ഓപ്ഷൻ ഉണ്ട്. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കോൾ ചെയ്യേണ്ട ഓപ്ഷൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കോൾ ചെയ്യാൻ സാധിക്കും. അങ്ങനെ വളരെ ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു ആപ്പാണ്. നിങ്ങൾ തീർച്ചയായിട്ടും ഈ ഒരു ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യണം എല്ലാവരും എന്നാണ് എനിക്ക് പറയാനുള്ളത്. നമ്മൾ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്, വന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ആ ഒരു സ്ഥലത്ത് സഞ്ചരിക്കുന്ന ആളുകളാണ്, വിദേശത്ത് നിന്ന് വരുന്നവരാണ്, അങ്ങനെയുള്ള ആളുകളൊക്കെ എന്തൊക്കെയാണ് കാര്യമായിട്ടും ശ്രദ്ധിക്കേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഈ ഒരു ആപ്പ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ മനസ്സിലാവും. സോ മുകളിലുള്ള ഈ ഒരു 3 ഡോട്ട് എടുത്ത് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ നിങ്ങൾക്ക് ഓപ്ഷൻസ് കാണാൻ സാധിക്കും. കാറ്റഗറിയാണ് നമ്മൾ ആദ്യമേ സെലക്ട് ചെയ്തത്, അതുകൊണ്ട് ഇനി അത് സെലക്ട് ചെയ്യേണ്ട ആവശ്യമില്ല. അങ്ങനെ വേണമെന്നുള്ളവർക്ക് അത് കാറ്റഗറി വൈസ് അത് സെലക്ട് ചെയ്യാം. ഇനി നമുക്ക് ഈ ഒരു ന്യൂസ്, ഈ കാര്യങ്ങൾ മറ്റൊരാൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കണമെന്നുണ്ടെങ്കിൽ ആ ഓപ്ഷനുണ്ട്. വാട്സപ്പ്, അതുപോലെ നിങ്ങൾക്ക് ന്യൂസ് ഫീഡായിട്ട് വെക്കാം. ഫേസ്ബുക്കിൽ, മെസ്സഞ്ചർ വഴി ഏത് ഇത് ഉപയോഗിച്ചും നിങ്ങൾക്ക് സെലക്ട് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ പറ്റും ഈ ഒരു ന്യൂസ് ആണെങ്കിൽ. ഇനി അത് ഡയറക്റ്റായിട്ട് ഷെയർ ചെയ്യേണ്ട ഓപ്ഷനും ഇവിടെ ഓരോ ന്യൂസിൻ്റെയും താഴെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് ഉപയോഗിച്ച് നിങ്ങൾക്ക് ഡയറക്റ്റായിട്ട് ഇത് സെലക്ട് ചെയ്യാം.
സോ ഈ ഒരു ആപ്പ് കാണിച്ചു തന്നപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും വളരെ ഈസി ആയിട്ട് നമുക്കൊരു ബുദ്ധിമുട്ടും തോന്നില്ല. നമുക്കിത് ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ തന്നെ നമുക്ക് എല്ലാ കാര്യങ്ങളും മനസ്സിലാവുന്നുണ്ട്, ഒരു കൺഫ്യൂഷനും ഇതിലുണ്ടാകുന്നില്ല. അപ്പം ഞാൻ പറഞ്ഞ പോലെ ഇപ്പം നിരീക്ഷണത്തിൽ കഴിയുന്ന ആളുകളായാലും ശരി, അതുപോലെ യാത്രകൾ ഒരുപാട് ചെയ്യുന്ന ആളുകളായാലും, ഇനി വിദേശ രാജ്യങ്ങളിൽ നിന്ന് വരുന്ന ആളുകളായാലും ശരി, ഇനി ആ ഒരു കൊറോണ എഫക്റ്റഡ് ഏരിയയിൽ നിന്ന് വരുന്ന ആളുകൾക്കായാലും ശരി, നിങ്ങൾക്ക് ശ്രദ്ധിക്കേണ്ട നിങ്ങൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ഒരു ആപ്പ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ സാധിക്കുന്നുണ്ട്. കൂടാതെ ആ ഒരു ദിശ ഹെൽപ്പ് ലൈൻ നമ്പർ ഉണ്ട്. നമുക്ക് എന്തെങ്കിലും ഒരു രീതിയിൽ അസ്വസ്ഥത തോന്നുകയാണെങ്കിൽ നമുക്ക് അതിൽ ഡയറക്റ്റ് കോൾ ചെയ്ത് പറയാവുന്നതാണ്. സോ അത്തരത്തിലുള്ള ഒരുപാട് സൗകര്യങ്ങൾ ഈ ഒരു ആപ്പിലുണ്ട്. അപ്പം നമുക്ക് എല്ലാവർക്കും എനിക്ക് പറയാനുള്ളത്, ആശങ്കയല്ല നമുക്ക് വേണ്ടത്, ജാഗ്രതയാണ് എല്ലാവർക്കും വേണ്ടത്. അതുകൊണ്ട് തന്നെ ഈ ഒരു ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുന്നത് വളരെ നന്നായിരിക്കും. നിങ്ങൾക്ക് കൂടുതൽ വിവരങ്ങൾ അറിയാൻ സാധിക്കും. അതുപോലെ തന്നെ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് ഈ ഒരു ആപ്പ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ അറിയാൻ സാധിക്കും. അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ടൈം ഒരു ടോപ്പിക്കായിട്ട് വീണ്ടും കാണാം. ബൈ.